ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുലാബ് ജാമുൻ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഗുലാബ് ജാമിൻ്റെ പൗഡർ കൊണ്ടൊന്നല്ല ഉണ്ടാക്കുന്നത്, റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് 1 കപ്പ് ഓഫ് മിൽക്ക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ റവ, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് വെച്ചാൽ എൻ്റെ കയ്യിൽ മിൽക്കില്ല, അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി വെച്ചിട്ടാണ് മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൂണ് അങ്ങനെയൊക്കെ. എന്നാൽ നമുക്ക് നമ്മളുടെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്കിതിൻ്റെ ചെയ്യലുണ്ട്, പക്ഷെ ഇതിൻ്റെ വലിയ കളിയൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ചൂടാക്കിയിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ട് 1 മിനിറ്റ് വറുത്തെടുത്താൽ മതിയേ. ഓക്കെ, ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മിൽക്ക് ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ളത് മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒരു തരം മാവായി വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. കുറച്ചുണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് അത് സിമ്മാക്കി വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് വെക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഓക്കെ, ചെറുതായിട്ടൊന്നിങ്ങനെ വറന്ന് വരേണ്ട രീതിയിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ മാവ് രീതിയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നെയ്യ് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നേർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുഴക്കാം. നമുക്കിനി ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ സാധാ ഗുലാബ് ജാമുള്ള രീതിയിൽ ഒന്നിങ്ങനെ ഇതൊന്നും പാടില്ല, ക്രാക്കൊന്നും പാടില്ല, നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ക്രാക്കില്ലാത്ത റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഈ പാത്രത്തിലോട്ട് നമുക്കിങ്ങനെ ഓരോന്നിച്ചും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോളും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ 21 ബോൾസ് ഉണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി
1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 3 ഏലക്കായി, പിന്നെ കുറച്ച് വാട്ടർ. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമുക്ക് വാട്ടർ, പഞ്ചസാര, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാര മൊത്തം അലിഞ്ഞ് കിട്ടണം. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള 3 ഏലക്കായാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുവോളം, നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് കാത്തിക്കാം. അപ്പോൾ നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗുലാബ് ജാം ഫ്രൈ ചെയ്യാം, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോകാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഗുലാബ് ജാം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാം. നമുക്ക് സ്റ്റൗ നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടല്ലേ. നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടുമ്പോൾ സിമ്മാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ബ്രൗൺ കളറാവും, ഫുള്ള് വെന്തിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇത് ചെറിയൊരു ഗോൾഡ് കളറ്, ചെറിയൊരു ഗോൾഡിഷ് മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ എടുക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഷുഗർ സിറപ്പിക്ക് ഇടാം. നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ചെറിയ ചൂട് വേണം. നമ്മളിത് പൊരിച്ച് അതിലേക്ക് ഇടുമ്പോൾ ചെറിയ ചൂട് വേണം. ആരും തണുപ്പിക്കാൻ വെക്കരുത്. നമുക്കിനി അത് അതിലേക്ക് ഇടാം. ബാക്കിയുള്ള 8 ബോൾസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഫുൾ ഫ്രൈ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ സിറപ്പൊന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തരാം.